വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ജൂലൈ 1 മുതൽ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന്റെ ഭാഗമായി ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കും സർവകക്ഷി യോഗവും ബോധവൽക്കരണ ക്ലാസും നടത്തി. ജൂലൈ 1 മുതൽ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗവും ബോധവൽക്കരണ ക്ലാസും നടത്തി. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ടാക്സി ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് സ്റ്റേഷൻ SI DS ആനന്ദിന്റെ അധ്യക്ഷതയിലാണ് നടത്തിയത്. ഭാരതീയ ന്യായ സംഹിത ഒരു നിയമം വരുന്നുണ്ട്. CRPC നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ അത് CRPCയിലാണ് പറഞ്ഞിരുന്നത്. CRPCക്ക് പകരം BNSS ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അങ്ങനൊരു നിയമം വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ തെളിവ് നിയമം, നമ്മൾ തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് കൊടുക്കുന്ന കോടതി നടപടികൾ പൂർത്തിയാക്കിയിരുന്നതുമായ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം DSA ഭാരതീയ സാക്ഷ്യ അധിനിയം. അങ്ങനെ ഈ 3 നിയമങ്ങളാണ് പുതുതായിട്ട് നിലവിൽ വരാൻ പോകുന്നത്. ഈ 1860 എഴുതിയിരുന്നത് കൊണ്ട് തന്നെ കുറേ പോരായ്മ, ഇപ്പം ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള കുറേ പോരായ്മകളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അറിയാം അല്ലേ? പല നിയമങ്ങളും പോരാ, അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് നമ്മളെങ്കിലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പരിധി വരെയെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ഈ നിയമത്തിന് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ആർക്കും ഇതിനെക്കുറിച്ച് പൂർണ്ണമായൊരു ചിത്രം കിട്ടിയിട്ടില്ല. നമുക്കായാലും ഇപ്പോഴും പഴയ നിയമമേ അറിയുള്ളൂ. പുതിയ നിയമത്തെക്കുറിച്ച് നമ്മളിനി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മാറ്റം വരുന്നു എന്നുള്ളത് നിങ്ങളെ കുറച്ച് പേരെങ്കിലും, സ്റ്റേഷൻ പരിധിയിലെ കുറച്ച് പേരെങ്കിലും അറിയിച്ച് ഒരു ചടങ്ങ് സംഘടിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരെങ്കിലും ഇവിടെ വിളിച്ചു വരുത്തി പരിപാടി നടത്തുന്നത്. SIമാരായ വിനു സുഭാഷ്, SPO ബേബി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മറുപടി പ്രസംഗത്തിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രസംഗിച്ചു. ചടങ്ങിൽ ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ ഒറീസയിൽ നിന്ന് പോക്സോ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് സംസാരിച്ചു. DYFI നേതാവ് മൻസൂർ. തുടർന്ന് പങ്കെടുത്ത ഏവരും ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയായിരുന്നു. ഒരു പറയുമ്പോൾ അതൊരു അതിഥി തൊഴിലാളിയാണ് അവർ. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു നീതി വിളിച്ചു പറയാനോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരൊന്നും ഉണ്ടാവാത്തൊരു സാഹചര്യത്തിൽ കൂടി ഉള്ളൊരു കേസാണ് ആ കേസ്. ആ കേസിലാണെങ്കിലും അതിജീവിതക്ക് നീതി ലഭിക്കണമെന്ന ഒരു പോലീസ് ടീമിൻ്റെ നല്ലൊരു ലക്ഷ്യത്തോടു കൂടി ഒറീസ വരെ പോയി അവിടെ താമസിച്ച്, അതും മാവോയിസ്റ്റുകളുടെ മേഖലയിലാണ് ഈ പ്രതിയുടെ വീട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്ര റിസ്ക് എടുത്ത് ആ പ്രവർത്തിക്ക് നേതൃത്വം നൽകിയ ചെറുതുരുത്തി പോലീസിനെ, പ്രത്യേകിച്ച് പോയ ടീമിലെ മുഴുവൻ അംഗങ്ങൾക്കും. ന്യൂസ് ഡെസ്ക് CCV.